കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട വിധികർത്താവ് മരിച്ച നിലയിൽ കണ്ണൂർ സ്വദേശി PN ഷാജിയാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നിരപരാധിയാണെന്ന ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. അർജുൻ കല്യാടുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അർജുൻ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ ഈ വ്യക്തിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു തിരുവനന്തപുരത്തേക്ക്. അതിനിടയിലാണ് ഈ വ്യക്തിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ നിലവിൽ ആരോപിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആത്മഹത്യയാണ് എന്ന് പോലീസ് ഇത് ഉറപ്പിച്ച് പറയുന്നുണ്ടോ? പോലീസ് ഇത് പ്രാഥമികമായും വിലയിരുത്തുന്നത് ആത്മഹത്യയാണ് എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായ രീതിയിൽ താൻ നിരപരാധിയാണ്, കോഴ വാങ്ങിയിട്ടില്ല എന്നൊക്കെ കൃത്യമായ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മഹത്യയാണ് എന്നുള്ള ഒരു പ്രാഥമികമായ നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതിന് പുറമെ തന്നെ വിഷം കഴിച്ചതിന്റെ തെളിവുകളും അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും നാളെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ ഹാജരാകാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. കേസിലെ ഒന്നാം പ്രതിയാണ് ഈ ഷാജി PN. കണ്ണൂർ ചൊവ്വ സ്വദേശിയാണ്. മറ്റ് 4 പേരുൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇതിൽ കേസിൽ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശമുണ്ടായിരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആത്മഹത്യ ചെയ്തു എന്നാണ് പലപ്പോഴും പറയുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയെങ്കിൽ കൂടി പുറമെ മറ്റ് ബന്ധുക്കളോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ഒന്നും തന്നെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മുറിയിൽ തന്നെ ആയിരുന്നു കൂടുതൽ സമയവും ചിലവഴിച്ചത് എന്നാണ് വീട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യക്കുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും പോലീസ് ഉൾപ്പെടെയുള്ള ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ ഈ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. മാർഗംകളി മത്സരത്തിന്റെ വിധികർത്താവായിരുന്നു ഈ മരിച്ചിട്ടുള്ള ഷാജി. നിരവധിയായിട്ടുള്ള സർവകലാശാല കലോത്സവങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വിധികർത്താവായി പങ്കെടുത്ത ഒരാൾ കൂടിയാണ്. നൃത്ത അധ്യാപകനാണ്. കലോത്സവങ്ങളിൽ നൃത്തം പഠിപ്പിക്കാൻ പോകുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും എല്ലാം തന്നെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കേസ് വലിയ തോതിൽ വിവാദമാവുകയും ഈ കോഴ ആരോപണം ഉയരുകയും കലോത്സവം തന്നെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തതോടുകൂടി ഇദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദം ഉണ്ടായേക്കാം എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെയുള്ള ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ തന്നെയാണ് എന്നുള്ള ഒരു ഏകദേശ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. എന്തായാലും വിശദമായ സംസ്ഥാനത്ത് ഉൾപ്പെടെ ചർച്ചയായിട്ടുള്ള വലിയൊരു ആരോപണത്തിൽ കുടുങ്ങിയത് കൊണ്ടുള്ള മനോവിഷമത്താൽ ആത്മഹത്യ ചെയ്തതായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ കണ്ടെടുക്കുകയും വിഷം കഴിച്ചതിൻ്റെ സൂചനകൾ പരിസരത്തുണ്ടായിരുന്നു എന്ന് പോലീസ് അറിയിച്ചു എന്നാണ് അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതേസമയം ഇത് ഒരു വിവാദമായ പശ്ചാത്തലത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ കല്യാട്.